പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഭാരതീയ ഈശ്വര സങ്കല്പത്തെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കാറുള്ളത്. ആദ്യകാലങ്ങളിൽ 1200 ദിവസങ്ങൾക്ക് മുമ്പ്, 1000 ദിവസങ്ങൾക്ക് മുമ്പ് ബ്രഹ്മസങ്കല്പം, ബ്രഹ്മചൈതന്യം, സഗുണം ബ്രഹ്മം, നിർഗുണ ബ്രഹ്മം, പ്രപഞ്ച പുരുഷ ചൈതന്യം, പ്രകൃതി ദേവി സങ്കല്പം, ഇതെല്ലാം നമ്മൾ വിവരിക്കേണ്ടായിരുന്നു. വീണ്ടും നമ്മൾ അതിലൂടെ മറ്റൊരു രീതിയിൽ കടന്നു പോകുന്നുണ്ട്. ഉപനിഷത്തുക്കളുടെ വിവരണമാണ് ഇപ്പം നമ്മൾ വിവരിച്ചു കൊണ്ടിരിക്കുന്നത്. അവതാരങ്ങളെ കുറിച്ചിട്ടാണ്. എന്നും ഈ വിവരണങ്ങൾ കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കുക ആഗ്രഹിക്കുന്നു, കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരേ കാര്യം പല രീതിയിൽ പറയാൻ സാധിക്കും. കേൾക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പക്ഷേ എനിക്ക് പറയാൻ സാധിച്ചു എന്ന് വരില്ല. ഞാൻ എന്നും ആഗ്രഹിക്കാറുള്ളതും എന്നും ശ്രമിക്കാറുള്ളതും ഓരോ പോയിന്റിലും അടങ്ങിയിരിക്കുന്ന സയന്റിഫിക് ഇൻഫർമേഷനാണ്. ശാസ്ത്രീയമായ കാര്യങ്ങൾ ചേർത്തുകൊണ്ടാണ് പറയുക. ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ശ്രീകൃഷ്ണൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ കൃഷ്ണനാണ്. അത്രയ്ക്കും യുക്തിക്ക് സഹജമായ രീതിയിലാണ് കൃഷ്ണന്റെ ജീവിതം മുഴുവനും. ആയിരക്കണക്കിന് പണ്ഡിതന്മാര് ഭക്തിയുടെ അടിസ്ഥാനത്തില്, ചിലർ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തില്, ചിലര് വേറെ സൗന്ദര്യത്തിന്റെ അടിസ്ഥാനത്തില് എല്ലാം ശ്രീകൃഷ്ണനെ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അവര് വിവരിക്കുന്ന പോലെ തന്നെ കൃഷ്ണനെ കുറിച്ച് ഗോപാലകൃഷ്ണനും വിവരിക്കണം എന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. ഞാൻ വിവരിക്കുന്ന വേറൊരു രീതിയിലാണ്. ഞാൻ പണ്ട് പറയേണ്ടായിരുന്നു, ഒരു മരം 5 പേര് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 5 പേരെ ഒറ്റയ്ക്ക് വിളിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് ആ മരത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്. ഒരാൾ ചിലപ്പോൾ ഇലയെ കുറിച്ച്, പൂവിനെ കുറിച്ചോ ആയിരിക്കും പറഞ്ഞു തുടങ്ങുക, മറ്റേയാൾ തടിയെ കുറിച്ചായിരിക്കും, മറ്റേയാൾ ആ പ്രദേശത്തെ കുറിച്ചായിരിക്കും പറഞ്ഞു തുടങ്ങുക. മരത്തെ കുറിച്ച് തന്നെയാണെങ്കിൽ പല വീക്ഷണങ്ങൾ പറയുമ്പോൾ അത് ഒന്നിന് മറ്റൊന്ന് എതിര് എന്നർത്ഥമില്ല. എല്ലാം കോംപ്ലിമെന്ററിയാണ്. സോഷ്യോളജിക്കൽ വേ ഉണ്ട്, സൈക്കോളജിക്കൽ വേ ഉണ്ട്, സ്പിരിച്വൽ വേ ഉണ്ട്, റിലീജിയസ് വേ ഉണ്ട്, ആന്ത്രപ്പോളജിക്കൽ വേ ഉണ്ട്, ഹിസ്റ്റോറിക്കൽ വേ ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാം ഇപ്പൊ പുതിയൊരു വാക്ക് കൂടിയുണ്ട്. എന്താ പറയാ, രസതന്ത്രം എന്നൊരു സിനിമയൊക്കെ വന്നപ്പോഴത്തേക്കും ഇപ്പൊ കെമിസ്ട്രി ഓഫ് ഗോപാലകൃഷ്ണൻ എന്നൊരു വാക്കുണ്ട്. ശ്രീകൃഷ്ണന്റെ കെമിസ്ട്രി, ശ്രീരാമന്റെ കെമിസ്ട്രി, അങ്ങനെ പോലും പുതിയതായിട്ട് വാക്കുകൾ ഉണ്ടാകുന്നത് തെറ്റല്ല. എന്താ കാരണം? സനാതന ധർമ്മത്തിലെ ഒരു ഈശ്വര സങ്കല്പവും ചോദ്യം ചെയ്യാതെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം മുമ്പോട്ട് പോകേണ്ടതല്ല. അങ്ങനെ മതി എന്നുള്ളവർക്ക് അങ്ങനെയുമാകാം, അങ്ങനെയേ പാടുള്ളൂ എന്നില്ല. എനിക്ക് ശ്രീകൃഷ്ണനെ നല്ലൊരു മാനേജറായിട്ട് കാണണമെന്ന് തോന്നിയെന്ന് വിചാരിക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂരിൽ ക്ലാസ് എടുത്തപ്പോ കുറേ പേര് പറഞ്ഞു, എക്സാമിനേഷന് ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ശ്രീകൃഷ്ണൻ ആസ് സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ശ്രീകൃഷ്ണന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പൊസിഷനെ വിവരിക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എക്സാമിനേഷന്. എന്താ പറയുന്നത്, അങ്ങനെ കാണുന്നവരുണ്ട്, അങ്ങനെയും കാണണം. അപ്പോഴാണ് സമഗ്രമാവുക വീക്ഷണം. അപ്പോഴാണ് നമ്മുടെ ലക്ഷ്യങ്ങളും മാർഗങ്ങളും എല്ലാം ഒരു ഭാരത്തോടു കൂടി അല്ലാതെ കാണാൻ സാധിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇത് വിശ്വാസികൾക്ക് ഭയങ്കര പ്രശ്നമാവോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. എന്താ എടുത്തു പറയാൻ കാരണം? ശബരിമലയിലെ മകരജ്യോതിസിനെ കുറിച്ച് യുക്തിവാദികൾ കഴിഞ്ഞ 60 കൊല്ലായി എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു. പക്ഷേ കഴിഞ്ഞ വർഷവും മകരജ്യോതിസിനെ കാണാൻ എത്ര കോടി ജനങ്ങളാ വന്നത്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് അനുകൂലമോ പ്രതികൂലമോ ആയതുകൊണ്ട് നമ്മളുടെ നിലനിൽക്കുന്ന വിശ്വാസങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വീഴും എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അബദ്ധം. കാരണം അത്രയും അധികം വെല്ലുവിളികളും വിമർശനങ്ങളും നിഷേധാത്മകമായ പന്താവുകളും അതേപോലെ പുച്ഛവും അവഹേളനവും നശീകരണവും എല്ലാം അഭിമുഖീകരിച്ച് ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന
ഈ ഭൂമുഖത്ത് 10,000 വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു ധർമ്മത്തിനെ കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായാൽ അതെല്ലാം അബദ്ധാണ് എന്ന് ധരിക്കരുത്. അങ്ങനെയും ഒരു വീക്ഷണമില്ല. മാക്സ് മുള്ളർ ഒരു വേദത്തിന്റെ പേജ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ 4 പൗണ്ട് മേടിച്ചിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ മാക്സ് മുള്ളർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം വേദങ്ങളെ മുഴുവനും അവഹേളനാത്മകമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നിട്ട് ഹിന്ദുക്കളുടെ മനസ്സിലൊരു വാക്വം ഉണ്ടാക്കണം. അത്രയും നികൃഷ്ടമാണ് വേദം എന്ന് പറഞ്ഞാൽ. പിന്നെയും കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ആ മാക്സ് മുള്ളർ അങ്ങനെ ഒരു പാർട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വേദ പണ്ഡിതന്മാരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ വേദ പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒന്നും അല്ല വേദത്തിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാതെ നിങ്ങൾ എഴുതിയിരിക്കാം. പക്ഷേ അങ്ങ് എഴുതിയിരിക്കുന്ന ഈ ഗ്രന്ഥം നശിപ്പിക്കരുത്. അത് അതേപോലെ വെക്കണം. കാരണം ഇങ്ങനെയും ഒരു വീക്ഷണം ഉണ്ടെന്ന് വരും തലമുറ അറിയട്ടെ എന്ന് അവർ പറഞ്ഞത്. വേദത്തെ അവഹേളിച്ചുകൊണ്ട് എഴുതിയ പുസ്തകം പോലും നശിപ്പിക്കണമെന്നല്ല, നിലനിൽക്കട്ടെ എന്നാ പറഞ്ഞത്. കാരണം ഇങ്ങനെയും ഒരു വീക്ഷണം ഉണ്ട് എന്ന് വരും തലമുറ മനസ്സിലാകട്ടെ. ഈ ചങ്കൂറ്റം ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും വേണം. അല്ലെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്തിനെ കുറിച്ചെങ്കിലും പറഞ്ഞു എന്ന് കേട്ട് നമ്മുടെ മുട്ട വിറക്കേണ്ട ആവശ്യമില്ല. ഭാരതീയ ഈശ്വര സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലൂടെ നമ്മൾ ഈശ്വര സങ്കല്പത്തിലൂടെ പോകുന്നുണ്ടാവുന്ന അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.